സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം സഭയിലെ ആളുകൾ എന്നുള്ള വിഷയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഒട്ടേറെ സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുകയും നിങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയം ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ, കഴിഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. മതാധ്യാപകരായ നിങ്ങൾ മതബോധന രംഗത്ത് വളരെ പരിണിതപ്രജ്ഞരാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതലായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? സഭയിലെ വിവിധ ശുശ്രൂഷ പദവികളെക്കുറിച്ചാണ്. അതായത് സഭയിലെ എല്ലാവരും സഭയിലെ വിശ്വാസികളാണ്, ദൈവജനമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കുന്ന പദം അതാണ്, ദൈവജനമാണ്. ആ ദൈവജനത്തിലെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, വിശ്വാസികൾ. അൽമായർ എന്ന് പറയുമ്പോൾ എന്തോ തരംതാന്ന പദമാണ് എന്നൊരു വിചാരം അൽമായർക്ക് തന്നെയുണ്ട്. അൽമേനികൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാടുകൾ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? മിമിക്രിക്കാരുടെ ഒരു കോമഡി ഭാഷയാണ് കുഞ്ഞാടുകളെ എന്ന് പറഞ്ഞ്. അച്ഛന്മാരെയാണ് കളിയാക്കുന്നത്, അൽമായരെയാണ് കളിയാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് അൽമായർ എന്തോ ലേ പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ലേ എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുന്നവർ എന്നുള്ളൊരർത്ഥത്തിലാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുക. അല്ല, ലേ എന്നുള്ള വാക്ക് വരുന്നത് ലാവോസ് എന്ന പദത്തിൽ നിന്നാണ്. ലാവോസ് എന്ന ഗ്രീക്ക് പദത്തിന് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനം എന്നാണ് അർത്ഥം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനമാണ്. എല്ലാ ജനത്തെയും വിളിക്കുന്ന പേരല്ല ലാവോസ്, ദൈവം തിരഞ്ഞെടുത്ത ജനം. അതുകൊണ്ട് അൽമായർ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനം എന്നുള്ളതാണ്. അതുകൊണ്ട് അൽമായർക്ക് സഭയിലുള്ള പ്രാധാന്യം എന്ത്? ഏതർത്ഥത്തിലാണ് മറ്റ് ശുശ്രൂഷകളിൽ, ഏതർത്ഥത്തിലാണ് മറ്റ് ശുശ്രൂഷാ പദവികളിലുള്ളവരിൽ നിന്ന് അൽമായർ വ്യത്യസ്തരായിരിക്കുന്നത്? അൽമായരുടെ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ ഏവ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സംവാദത്തിൽ ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുക. അൽമായരുടെ വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഈശോ മിശിഹായുടെ 3 ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? രാജകീയം, പ്രവാചകം, പുരോഹിതം. 3 രാജാക്കന്മാർ ഈശോയെ കാണാൻ വന്നപ്പോൾ ഇത് 3ഉം കാഴ്ചവെച്ചു അല്ലേ? പൊന്ന്, മീറ, കുന്തിരിക്കം. പൊന്ന് രാജാവാണ് ഈശോ എന്ന്, മീറ അവിടുന്ന് പ്രവാചകനാണെന്നുള്ളതിൻ്റെ സൂചന, അത് സഹനത്തെയാണ് സൂചിപ്പിക്കുക. കുന്തിരിക്കം പോയിക്കുന്ന ആരാ? പുരോഹിതനാണ് അല്ലേ? അപ്പോൾ ആ ദൗത്യമാണ് എന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ എന്താണ് ഈശോ മിശിഹായുടെ രാജകീയ ദൗത്യം എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ നേതാവാണ്, നയിക്കുന്നവനാണ്. വാസ്തവത്തിൽ അൽമായരാണ് സഭയെ നയിക്കുക. കാരണം സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായ കുടുംബത്തെ നയിക്കുന്നത് ആരാണ്? അൽമായരാണ്. ഈ ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ് സഭ അല്ലേ? ഈ കുടുംബത്തിൽ നിന്നാണ് എല്ലാ ദൈവവിളികളുണ്ടായത് അല്ലേ? യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമ്മയെ കൊണ്ടുപോയി മാർപ്പാപ്പായുടെ മോതിരം കാണിച്ചു. അമ്മ പറഞ്ഞെന്നാ, ഞാൻ ഈ മോതിരം ഇട്ടില്ലായിരുന്നു, നീ ഇത് ഇടിയലായിരുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്മയുടെ കല്യാണ മോതിരം അമ്മ കാണിച്ചു. അത് ശരിയാണ്. നല്ല കുടുംബജീവിതം നയിക്കുന്ന അൽമായരില്ലെങ്കിൽ സഭയിൽ മാർപ്പാപ്പായും ഇല്ല, മെത്രാനും ഇല്ല, അച്ഛനും ഇല്ല,
അവരുണ്ടായിട്ടൊട്ട് കാര്യവുമില്ല, ഇല്ലേ? അതുകൊണ്ടാണ് ഈശോയുടെ രാജകീയ ദൗത്യത്തിൽ നാം പങ്കാളികളാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സഭയിൽ അർത്ഥപൂർണമായ കുടുംബജീവിതം നയിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വൈദികർക്ക് കടന്നെത്താൻ കഴിയാത്ത ഒട്ടനവധി മേഖലകളുണ്ട്. ഇപ്പം രാഷ്ട്രീയ രംഗത്ത് ഒരു വൈദികന് പോയി മത്സരിക്കാൻ പറ്റൂ? രാഷ്ട്രീയ രംഗത്തെ വിശുദ്ധീകരിക്കാൻ ഒരു അൽമായനെ സാധിക്കുകയുള്ളൂ. ഒരു ഗവൺമെൻറ് ഓഫീസിലെ അഴിമതിയുടെ രംഗം, അവിടെ അച്ഛന് പോയി ജോലിക്കാരനാകാൻ പറ്റിയല്ല. അവിടെ ഒരു അൽമായൻ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ അഴിമതി ഇല്ലാതാക്കാൻ സാധിക്കും. ഈശോയുടെ പ്രവാചക ദൗത്യമാണ് സമൂഹത്തിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുക, അവശരെയും നിരാലംബരെയും പരിരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുക. ഇത് ഒരൽമായൻ അർത്ഥപൂർണമായി ചെയ്യാൻ കഴിയുന്ന ദൗത്യമാണ്. ഈശോയുടെ പുരോഹിത ദൗത്യത്തിലും അൽമായർ പങ്കാളികളാകുന്നുണ്ട്. എന്താണ് ഈ പുരോഹിത ദൗത്യം എന്നതിലൂടെ ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ എല്ലാ വിശ്വാസികളും മാമോദീസ, സ്ഥൈര്യലേപനം എന്നിവയിലൂടെ പങ്കാളികളാകുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ ബലിയർപ്പകനും നമ്മൾ കാഴ്ചക്കാരുമല്ല. പിന്നെ ആരാ നമ്മളും ബലി അർപ്പകരാണ്. ഓരോ അൽമായനും ബലി അർപ്പിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ്? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ ഓരോ വിശ്വാസിക്കും പങ്കാളിത്തം ലഭിച്ചു. അപ്രകാരം പൊതുപൗരോഹിത്യം ഉള്ളവരിൽ നിന്ന് ചിലരെ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി സഭ നിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായ പൗരോഹിത്യം ഈശോ മിശിഹായുടെ പൗരോഹിത്യമാണ്. അത് എല്ലാ വിശ്വാസികൾക്കും അതിൽ പങ്കാളിത്തമുണ്ട് താനും. അതുകൊണ്ട് അൽമായർക്ക് സഭയിലുള്ള സ്ഥാനം, അവരുടെ ദൗത്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു അവബോധം, അൽമായരും ഹൈറാർക്കിയും ഒരുപോലെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് സഭയാകുന്ന ഈശോയുടെ ശരീരം കൃപയാർന്നതും മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമാകുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാകുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളുടെ സംവാദങ്ങളിലൂടെ വെളിപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ക്രോഡീകരിക്കാവുന്നതാണ്. നന്ദി. ക്ലാസ്സിലെ ഹൈറാർക്കിയെക്കുറിച്ച് പറഞ്ഞു. പിരമിഡ് സംവിധാനത്തിൽ നിന്നൊരു വൃത്തത്തിലേക്ക് വരണം, അതാണ് ഈശോയുടെ കാഴ്ചപ്പാട്. ഈശോ അത്ര ലളിതമായി സ്ഥാപിച്ച ഈ സഭയിൽ ഇപ്പോൾ ചില അധികാര ചിഹ്നങ്ങളും അതുപോലെ വിലയേറിയ വസ്ത്രങ്ങൾ, ആഡംബരങ്ങൾ, അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇതൊരു യജ്ഞസാക്ഷ്യമാകുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് മാറേണ്ട ഒരു രീതിയല്ലേ? നിങ്ങൾ സഭയെ പൊളിച്ചടിക്കുകയേ അടങ്ങുള്ളൂ അല്ലേ സാറന്മാരെ? അധികാര ചിഹ്നം എന്ന് പറയുമ്പോൾ ഇപ്പം മെത്രാണിച്ചൻ്റെ കയ്യിലുള്ള അംശവടി, അതൊക്കെ ആയിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചത് അല്ലേ? ആഹാ, യെസ്, അടി അപ്പനിട്ടാണെന്ന് പറഞ്ഞതുപോലെ അത് പിതാക്കന്മാരെ ഉദ്ദേശിച്ച പറഞ്ഞു അല്ലേ? യെസ്, മോൾ ടീച്ചർ ചോദിച്ച ചോദ്യം പല പ്രേക്ഷകരും ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുക. അതായത് അംശവടി എന്ന് പറയും, മെത്രാൻ്റെ അംശവടിയുടെ അർത്ഥം എന്താണ്? അത് ഇടയനാണ് അദ്ദേഹം എന്നുള്ളതിൻ്റെ സൂചന. ദൈവജനത്തെ നയിക്കുന്ന ഇടയന്മാരുടെ കയ്യിൽ ഒരു ചൂരവടി, ഒരു വളഞ്ഞ ചൂരവടി, അതാണ് യഹൂദ ഇടയ സങ്കല്പം. ആ വളഞ്ഞ ചൂരവടി പിന്നീട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലായതാണ് ഇപ്പോഴത്തെ വടികൾ. പണ്ടൊക്കെ അത് മധ്യകാലഘട്ടങ്ങളിൽ അത് സ്വർണം, ഒറിജിനൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ അംശവടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സഭ പിന്നീട് മാറ്റിയെടുത്തു.
ഒരു കാലത്ത് ഈ ചൂരവടി പോലത്തെ വടിയിൽ നിന്ന് ആരംഭിച്ച അംശവടികൾ വളർന്ന് വളർന്ന് സ്വർണം വരെ എത്തി. പിന്നെ ഇപ്പം അത് കുറഞ്ഞ് വെള്ളിയായി, അത് കുറഞ്ഞ് പിന്നെ വെള്ളി പൂശിയതായി, അത് വീണ്ടും കുറഞ്ഞ് ഇപ്പോൾ മിക്കവാറും പിതാക്കന്മാരൊക്കെ മരവടി തന്നെ പിടിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് വളരെ സ്വാഗതാർഹമായൊരു തിരിച്ചുവരവാണ്. അതായത് ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും ഈ നമ്മുടെ പല ചിഹ്നങ്ങളും ആഡംബരങ്ങളായി മാറുന്നുണ്ട്. ആ ചിഹ്നങ്ങൾ അതിൽ തന്നെ അർത്ഥമുള്ളതാണ്. ഇപ്പം ഈ ഇടയൻ്റെ സ്ഥാനചിഹ്നമാണ് ആ വടി എന്ന് പറയുന്നത്. അത് ഇടയന്മാരായ മെത്രാന്മാരത് കൈവശം വയ്ക്കേണ്ടതാണ്. പക്ഷെ അത് പിന്നീട് ഒരു ആഡംബര പ്രദർശനമായി മാറുന്ന സാഹചര്യങ്ങൾ സാവകാശത്തിൽ കാലാന്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ സഭ അതിനെ തിരുത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം പണ്ട് കാലത്ത് മെത്രാന്മാർ സ്വർണം കൊണ്ടുള്ള മാല ധരിക്കുമായിരുന്നു അല്ലേ? അപ്പോഴത് ഒരു മാല തന്നെ ഒരു 10-30 പവനൊക്കെയുള്ള മാലകൾ പഴയ മെത്രാന്മാരുടെ കൈവശം ഉണ്ടായിരുന്നു. ചേട്ടത്തിമാരൊക്കെ വളരെ അസൂയയോടെ പിതാവിനെ നോക്കിയിട്ടുണ്ട്, എന്തൊരു മാലയാ പിതാവേ എന്നുള്ള മറ്റും അല്ലേ? ഇപ്പോൾ പക്ഷെ നമുക്ക് നോക്കിയറിയാം പിതാക്കന്മാരെല്ലാം അത് മാറ്റി സാധാ ഒരു സ്റ്റീൽ മാല ഇടാൻ തുടങ്ങി. ഒരു സ്റ്റീൽ മാലയും കുരിശുകൊള്ളൂ. ചിലർ അതിനേക്കാൾ ലളിതമാക്കി കയറ് കൊണ്ടൊക്കെ ഉള്ളതോ ചരട് കൊണ്ടൊക്കെയുള്ള ഒരു മാലയിൽ കുരിശ് ധരിച്ച് നടക്കുന്ന പിതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ കാലത്തെ പോലെ വലിയ വെട്ടിത്തിളങ്ങുന്ന ലോവകളോ അല്ലെങ്കിൽ ചുമന്ന ബോർഡർ ഇട്ടത്, ചുമന്ന ബട്ടൺസ് പിടിപ്പിച്ചത്, അങ്ങനെയുള്ള ആ ഒരു രാജകീയ ശൈലിയൊക്കെ മാറ്റി ഇന്ന് പിതാക്കന്മാർ ഏതൊരു അച്ഛനും നടക്കുന്നത് പോലെ സാധാ ഒരു ലോവയിട്ട് നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്രകാരമുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ടീച്ചർ പറഞ്ഞതുപോലെ ഇനിയും പല മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. വൈദികരുടെ ജീവിതത്തിലും പിതാക്കന്മാരുടെ ജീവിതത്തിലും ഈശോ വിഭാവനം ചെയ്ത ലാളിത്യം കുറഞ്ഞു പോയിട്ടുണ്ട്. അത് തിരുത്തണം എന്ന് സഭയുടെ തലവനായ സാക്ഷാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ടീച്ചർ ചോദിച്ച ഈ ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ് എന്നുള്ളതാണ്. ഇനി ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാന കുപ്പായങ്ങളെക്കുറിച്ചൊക്കെ ആണ് എങ്കിൽ തീർച്ചയായും അത് ഓരോ ആരാധനാക്രമത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടതാണ് കുർബാന കുപ്പായത്തിൻ്റെ രീതികൾ. പക്ഷെ അതും ആ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ അവയും ലളിതമാക്കാവുന്നതാണ്. ആ പാരമ്പര്യങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ വളരെ സ്വർണ്ണനിർമ്മിതമായ വെട്ടിത്തിളങ്ങുന്നതൊക്കെ മാറ്റി ലളിതമായ രൂപത്തിൽ തിരുവസ്ത്രങ്ങളും ക്രമീകരിക്കേണ്ടതല്ലേ എന്ന ടീച്ചറിൻ്റെ ചോദ്യത്തെയും ഞാൻ പിന്തുണയ്ക്കുന്നു. സഭ അപ്രകാരം ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറേ മേഖലകളിലെങ്കിലും. മറ്റ് മേഖലകളിലേക്കും ഈ ലാളിത്യത്തിൻ്റെ ശൈലി കടന്നു വരേണ്ടതുണ്ട് എന്ന ടീച്ചറിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. ഇനി ആരാണ് ചോദിക്കുന്നത്? അടുത്ത ചോദ്യം. അച്ഛൻ, ഞങ്ങൾ ഹൈറാർക്കിയെക്കുറിച്ച് ഇതുവരെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണകളെല്ലാം അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പം പാടെ തിരുത്തി. അച്ഛനതിന് ഒരുപാട് നന്ദിയുണ്ട്. എങ്കിലും എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ സഭകളിൽ അധികാരങ്ങളെല്ലാം കൈവെപ്പ് ശുശ്രൂഷ വഴിയാണല്ലോ കൊടുക്കുന്നത്. അത് ദൈവം നേരിട്ട് കൊടുക്കുന്ന അധികാരമല്ലേ? അപ്പോൾ അതൊരു കൈവെപ്പ് ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താ? കൈവെപ്പ് ശുശ്രൂഷ ഇങ്ങനെ പട്ടം കൊടുക്കുമ്പോഴൊക്കെ മെത്രാണിച്ചിന് ഇങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുക്കുന്നതാണോ അല്ലേ? അതെന്തിനാണ് എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം. ഈ കൈ വെച്ചില്ലേലും ദൈവത്തിന് ഒരാൾക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി വേറെ ആരുടെയും കൈവെപ്പിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ്. പക്ഷേ ഈ കൈവെപ്പ് ശുശ്രൂഷ സഭയിലെ എല്ലാ അധികാര കൈമാറ്റത്തിനുമുള്ള ഒരു വലിയ അടയാളമാണ്. അതിനൊരു വലിയ അർത്ഥമുണ്ട്. അതായത് ഈ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈശോ മിശിഹ പത്രോസിൻ്റെ മേൽ കൈവച്ചു, അല്ലെങ്കിൽ 12 അപ്പസ്തോലന്മാരുടെ മേൽ കൈകൾ വെച്ച് അവർക്ക് അധികാരം കൊടുത്തു. ആ കൈവെപ്പ് പത്രോസ് ആരുടെ മേൽ കൈകൾ വെച്ച് അധികാരം കൊടുക്കുന്നുവോ ആ വ്യക്തിയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ വ്യക്തിക്കും ആ അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നു.
കൈവച്ചത് പത്രോസാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആരാണ് കൈവച്ചിരിക്കുന്നത്? ഈശോയാണ്. പത്രോസിൻ്റെ കൈവെപ്പ് ലഭിച്ച വ്യക്തി തുടർന്ന് അടുത്ത തലമുറയിലെ ആളുടെ ശിരസിൽ കൈവച്ച് ആ അധികാരം കൈമാറുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അവിടെയും യഥാർത്ഥത്തിൽ കൈവച്ചത് ആരാണ്? ഈശോ തന്നെ. അതാണ് മധ്യകാലത്തൊക്കെ പറയുന്നൊരു ഒരു തിയറി തന്നെ ഉണ്ടായിരുന്നു, പൈപ്പ് ലൈൻ തിയറി എന്ന് പറയും. അതായത് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഈ ഈശോയുടെ കൈവെപ്പ് കിട്ടിയവരുടെ കൈവെപ്പ് ഇങ്ങനെ അനസ്യൂതം ഇത് തുടരാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പൈപ്പിൽ നിങ്ങൾക്കറിയാം, ഈ വെള്ളം ഒഴുകുന്ന പൈപ്പ് എവിടെയെങ്കിലും മുറിഞ്ഞു പോയാൽ പിന്നെ അങ്ങേ തലയ്ക്കോട്ട് വെള്ളം വരികയാണ്. ആ മുറിഞ്ഞോടം തൊട്ട് ബാക്കി എല്ലാം കറക്റ്റായിരിക്കും, എങ്കിൽ പോലും അവിടെ വെള്ളം വരികയില്ല. കാരണം എന്താണ്? ഇവിടെ വെച്ച് അത് മുറിഞ്ഞുപോയി. അങ്ങനെ മുറിയാത്ത ഒരു കൈവെപ്പ് വേണം എന്നുള്ളത് സഭയുടെ അപ്പസ്തോലികതയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ചില സഭകളെ അപ്പസ്തോലിക സഭകൾ അംഗീകരിക്കുകയില്ല. ഇപ്പം 19-ാം നൂറ്റാണ്ടിൽ ഒരു സഭയുണ്ടായി, ഞങ്ങൾ പുതിയൊരു സഭയാണ് എന്നും പറഞ്ഞ് വന്നാൽ അപ്പസ്തോലിക സഭകൾ അംഗീകരിക്കുകയില്ല. കാരണം എന്താണ്? അപ്പസ്തോലിക സഭ എന്ന് പറഞ്ഞാൽ ഒരു അപ്പസ്തോലൻ്റെ കൈവെപ്പ് കിട്ടിയവർ അടുത്തയാൾക്ക് ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അധികാരം കൈമാറി ആ കൈവെപ്പ് ലഭിച്ച വ്യക്തി അടുത്തയാൾക്ക് അത് കൈമാറുന്നു. അതായത് സഭയുടെ ശ്ലൈഹിക അധികാരം അണമുറിയാതെ ഇടമുറിയാതെ ഈ 21 നൂറ്റാണ്ട് കൈമാറ്റം ചെയ്തത് കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ്. അതുകൊണ്ട് സഭയുടെ ശ്ലൈഹിക അധികാരം ഈശോമിശിഹായിൽ ആരംഭിച്ച ആ അധികാരമാണ് കൈവെപ്പിലൂടെ തുടരുന്നത്. ഏതെങ്കിലും സഭകളിൽ ഇത് മുറിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവയെ ഇതര സഭകൾ ശ്ലൈഹിക സഭകളായി അംഗീകരിക്കില്ല എന്നുള്ള സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൈവെപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി കൈവയ്ക്കുമ്പോഴും യഥാർത്ഥത്തിൽ കൈവച്ചത് ആരാണ്? ഈശോയാണ്. ഈശോ തന്നെയാണ്. ആ കൈവെപ്പ് എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെത്രാന്മാരെ വാഴിക്കുമ്പോൾ ഒരേ മെത്രാന് തന്നെ വേറൊരു മെത്രാനെ വാഴിക്കാൻ പറ്റിയത്. 3 മെത്രാന്മാർ അതിനകത്തുണ്ടായിരിക്കണം എന്ന് നിയമമുണ്ട്. കാരണം എന്താണ്? ഈ കൈവെപ്പ് ശുശ്രൂഷ അഭംഗുരം തുടരുന്നു എന്ന് ഉറപ്പുവരുത്താൻ സഭ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ ഈ വൈദികനെ വാഴിക്കുമ്പോൾ ഒരു 50 അച്ഛന്മാർ ഒന്നിച്ചുകൂടി കൈവച്ചാൽ ഒരു ചെമ്മാശൻ അച്ഛനാകിയല്ല. അതിനെന്ത് വേണം? ഒരു മെത്രാൻ അവിടെ നിർബന്ധമായും ഉണ്ടാകും. ആ മെത്രാൻ്റെ കൈവെപ്പിലൂടെ മാത്രമേ ഒരാൾ വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ കൈവെപ്പ് എന്ന് പറയുന്നത് ഒന്നാമതായി അത് സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ അണമുറിയാത്ത തുടർച്ചയെ സൂചിപ്പിക്കുന്നു. 2, ഈശോയിലാണ് ഈ അധികാരം ആരംഭിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇപ്പോൾ ഇന്ന് പട്ടം കിട്ടുന്നൊരു ചെമ്മാശൻ്റെ തലയിൽ മെത്രാൻ കൈവയ്ക്കുമ്പോൾ ആ കൈവെപ്പിൻ്റെ ചരിത്രം നീണ്ടു പോയി അവസാനം ഈശോയുടെ പാദാന്തികത്തിൽ മുട്ടിൽ നിൽക്കുന്ന പത്രോസിൻ്റെ മേൽ ഈശോ വെച്ച അതേ കൈവയ്പ്പാണ് ഇവിടെയും തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ, ഒരു സംശയമുണ്ട്. അബ്രഹാം സാർ ചോദിച്ചോളൂ. ഈ അച്ഛൻ പറഞ്ഞ പോലെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആണ് ഈശോയാണ് അത് നടത്തുന്നത്. ചില പ്രാർത്ഥനക്കാർ അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതും അതിൻ്റെ തുടർച്ചയാണോ? പ്രാർത്ഥനക്കാർ കൈവയ്ക്കുന്നതിനെ കൈവെപ്പ് ശുശ്രൂഷ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്ക് വേണേലും തലയിൽ കൈവയ്ക്കാം. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമ്മൾ തലയിൽ കൈവയ്ക്കാം. അപ്പോൾ എല്ലാ തലയെ കൈവെക്കുന്ന എല്ലാം കൈവെപ്പ് ശുശ്രൂഷയല്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായും ബൈബിളിൽ പലയിടത്തും അങ്ങനെ അബ്രാഹം ഇസഹാക്കിൻ്റെ മേൽ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസഹാക്ക് യാക്കോബിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനെക്കുറിച്ചല്ല നമ്മൾ പറയുക. ഇത് ശ്ലൈഹിക അധികാരത്തിൻ്റെ കൈമാറ്റമായ കൈവെപ്പ് ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെയുള്ള കൈവെപ്പ് ശുശ്രൂഷകൾ അത് പ്രാദേശിക സഭകളിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഏതൊക്കെ കാര്യങ്ങൾ, ഇപ്പം മാതാപിതാക്കൾ മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഭർത്താവ് ഭാര്യയുടെ ശിരസിൽ കൈവച്ച്, ഭാര്യ ഭർത്താവിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. അതേസമയം ഒരു വ്യക്തി, ഒരു അൽമായൻ എല്ലാ ശുശ്രൂഷകരുടെയും മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അത് പ്രത്യേകമായി അതിനുള്ള നിയോഗം രൂപതാധ്യക്ഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇതേക്കുറിച്ച് കേരളത്തിലെ മെത്രാൻ സമിതി തന്നെ വ്യക്തമായ മാർഗരേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ച, ദൈവികമായ കാര്യങ്ങളിൽ പരിജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശുശ്രൂഷകൾ ചെയ്യാനുള്ള അവകാശങ്ങൾ പ്രാദേശിക തലത്തിൽ മെത്രാന്മാർ നൽകാറുണ്ട്. അപ്രകാരമുള്ള വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കൈവെപ്പ് ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ ഇത് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെയുള്ള പ്രാർത്ഥനകൾ അത് ശ്ലൈഹിക അധികാരത്തിൻ്റെ കൈമാറ്റമൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ ആ വ്യക്തിക്ക് അനുഗ്രഹം വരണമേ എന്ന അർത്ഥത്തിൽ നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രകാശനം അല്ലെ അടയാളം എന്ന രീതിയിലായിരിക്കാം അവർ കൈവച്ച് പ്രാർത്ഥിക്കും. ഇനി ആരാണ് ചോദിക്കുന്നത്? മനുഷ്യരായ നമുക്കും തെറ്റ് പറ്റാറുണ്ട്. അപ്പം മാർപ്പാപ്പയ്ക്കും തെറ്റ് പറ്റാറുണ്ടല്ലോ. അപ്പം മാർപ്പാപ്പയുടെ തെറ്റാവരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യരെല്ലാവരും ഓരോരോ പ്രശ്നങ്ങളുള്ളവരാണ്. മാർപ്പാപ്പ ഒരു മനുഷ്യനല്ലേ? പിന്നെ മാർപ്പാപ്പയ്ക്ക് മാത്രം ഒരു തെറ്റാവരം എന്താണ് അല്ലേ? അത് ടീച്ചർ ഞെരുങ്ങിയാണ് ചോദിച്ചത്. മാർപ്പാപ്പ ആയതുകൊണ്ടായിരിക്കും. യെസ്, ടീച്ചറോട് പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ചോദിക്കുന്നതായിരിക്കും അല്ലേ? ടീച്ചർക്ക് മാർപ്പാപ്പായെ കുറിച്ച് സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. ഇതും കഴിഞ്ഞ് പള്ളിയിൽ ചെല്ലുമ്പം വിചാരിച്ചും ചോദിക്കും, ആഹാ മാർപ്പാപ്പായുടെ തെറ്റാവരത്തിൽ പോലും ടീച്ചർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ പണിക്ക് വേണ്ടാന്ന് പറയും അല്ലേ? അവിടെ ടീച്ചർക്ക് ഇതിലുള്ള പൂർണ്ണ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടീച്ചർ ചോദിക്കുന്നത്. അതായത് ടീച്ചർ ചോദിക്കുന്നത് ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ഒരു ചോദ്യം. മാർപ്പാപ്പായുടെ തെറ്റാവരം, ഇൻഫാളിബിലിറ്റി എന്ന് പറയുന്നത്, പരിശുദ്ധ പിതാവിന് തെറ്റ് പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? മാർപ്പാപ്പ ഒരു മനുഷ്യ വ്യക്തിയല്ല. ഇതേക്കുറിച്ച് തെറ്റാവരത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും അടിസ്ഥാന പ്രശ്നം. മാർപ്പാപ്പായ്ക്ക് ഒരു കാര്യത്തിലും തെറ്റ് പറ്റിയല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് എന്ന് മാർപ്പാപ്പായോട് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു ചിലപ്പോൾ 100 കോടി എന്ന് പറഞ്ഞു. അത് തെറ്റായിരിക്കും അല്ലേ? അത്തരം കാര്യങ്ങളിൽ മാർപ്പാപ്പായ്ക്ക് തെറ്റ് പറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് മാർപ്പാപ്പായോട് ചോദിച്ചാൽ മാർപ്പാപ്പായ്ക്ക് അത് പറഞ്ഞ് ശരിയാകണമെന്നില്ല. പാപ്പായ്ക്ക് ഈ ഭക്ഷണം എന്നാന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ല അല്ലേ? അപ്പോൾ അതൊന്നും അല്ല വിഷയം. മാർപ്പാപ്പായ്ക്ക് തെറ്റ് പറ്റിയാലെന്നല്ല സഭ പഠിപ്പിക്കുന്നത്. വിശ്വാസം, സന്മാർഗം എന്നീ വിഷയങ്ങളിൽ തിരുസഭയുടെ അധിപനും പത്രോസിൻ്റെ പിൻഗാമിയും എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പരിശുദ്ധ പിതാവ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും തെറ്റില്ലാത്തതാണ്. ഇതാണ് സഭയുടെ നിലപാട്. അവിടെ പാപ്പായുടെ വ്യക്തിപരമായ കഴിവല്ല. അവിടെ സഭയുടെ അധിപൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിനെ നിയന്ത്രിക്കുന്ന, പരിശുദ്ധ പിതാവിനെ പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് നാം തെറ്റാവരം കാണേണ്ടത്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുമോ? ഇല്ല ഇല്ല ഇല്ലേ? പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റാത്തത് കൊണ്ടാണ് പരിശുദ്ധ പിതാവിന് ഇവിടെ തെറ്റ് പറ്റിയല്ല എന്ന് നാം വിശ്വസിക്കുന്നു. അതെല്ലാ കാര്യത്തിലും അല്ല. ഏതൊക്കെ കാര്യത്തിൽ? വിശ്വാസം, സന്മാർഗം എന്നിവയെ സംബന്ധിച്ച് സഭയുടെ പരമാധികാരി എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ വികാരി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് തെറ്റുപറ്റിയത്. ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്
പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനും തെറ്റുപറ്റിയല്ല, പരിശുദ്ധാത്മാവിനും തെറ്റുപറ്റിയല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവിന് അപ്രമാദിത്വം ഉണ്ട് എന്ന് നാം വിശ്വസിക്കും. അത് പലപ്പോഴും ആളുകൾ മാർപ്പാപ്പായുടെ വ്യക്തിപരമായ എന്തോ കഴിവാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ അബദ്ധം സംഭവിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ വ്യക്തിപരമായ കഴിവല്ല. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും വ്യക്തതയോടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിയായ അർത്ഥത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളതും എഴുതി തയ്യാറായതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും ചോദിക്കാൻ അവസരമുണ്ട്. ഈ വിഷയത്തിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ തുടർ ചർച്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.